എടേ എൽദോ, ഇതുവരെ എത്ര ആൾക്കാർ പേര് തന്നു? കോരപ്പണ്ണ, ഒരു രക്ഷയുമില്ല, 74 പേരായി. അപ്പോ 2 ബസ് വേണ്ടേ? 2-ൽ നിന്നാൽ ഭാഗ്യം. 5000 രൂപ യാത്രാക്കൂലി, 4000 കൺസൾട്ടിംഗ് ഫീ എന്നതൊന്നും ആർക്കും പ്രശ്നമേ അല്ല. എടേ, അവിടെ കൺസൾട്ടിങ്ങിന് വാങ്ങുന്നത് 2000, നമ്മൾ വാങ്ങുന്നത് 4000 കൂടുതലാണ് എന്ന് നീ പറഞ്ഞതും കേട്ടിരുന്നെങ്കിലാ. സമ്മതിച്ചെണ്ണ, അപാര ബുദ്ധി തന്നെ. അടേ, ഒരു കോള് വരുന്നുണ്ട്, കൂടെ നിന്നോളണം കേട്ടോ. അത് മേദിനി ചേച്ചിയല്ലേ? ചേച്ചി എന്താ ഈ വഴി? കോരപ്പാ, എന്തോ ചികിത്സയ്ക്കായി നിങ്ങളൊരു ടൂർ നടത്തുന്നെന്ന് പലരും പറഞ്ഞ്. ഇതെവിടെടേ? ചേച്ചിക്ക് എന്താ അസുഖം? എടാ, മുട്ടുവേദന. ഓ, മുട്ടുവേദനയ്ക്ക് ബെസ്റ്റ് ആണ്. ഇത് മീൻ വിഴുങ്ങുന്നത് പോലെ വല്ലതുമാണോ? ഹേയ്, സിമ്പിൾ സ്പർശന ചികിത്സ. അതെന്തര്? ജീമൂത കൃപാകർ സ്പർശന ചികിത്സാലയം, മരപ്പട്ടിമുക്ക്. മരപ്പട്ടിമുക്ക് മാറി ഇപ്പം ഡിവൈൻ ടച്ച് നഗർ എന്നായി. എത്ര നാളായിടേ തുടങ്ങിയിട്ട്? കഷ്ടിച്ചൊരു 6 മാസം. പക്ഷേ പറഞ്ഞും കേട്ടും വിദേശികൾ വരെ കൃപാകര സ്പർശനത്തിനായി ക്യൂ നിൽക്കുന്നു. ഇപ്പൊ പാരമ്പര്യ വൈദ്യനാകും. എന്റെ ചേച്ചി, അതൊരു കഥയാണ്. പൂർവാശ്രമത്തില് ഞങ്ങളെപ്പോലെ സാധുവായ പരോപകാരിയായ ഒരു യുവാവായിരുന്നു കൃപാകരൻ. ഒരു ദിവസം മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞൊരു സുഹൃത്തിനെ കാണാൻ കൃപാകർ എത്തി. എന്നിട്ട് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ കൃപാകരൻ കൂട്ടുകാരന്റെ പ്ലാസ്റ്റർ ഇട്ട കാലിന്റെ മുട്ടിൽ അറിയാതെ തൊട്ടു. അവന് കാലിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ തോന്നി. അയ്യോ, പേടിക്കണ്ട, അവൻ ഉടൻ നടക്കണം എന്ന നിർബന്ധം തുടങ്ങി. കൃപാകരനും വീട്ടുകാരും തടസ്സം പിടിച്ചിട്ടും അവൻ എഴുന്നേറ്റ് നടന്നു. ശേഷം ചിന്ത്യം. ആശുപത്രിയിൽ ചെന്ന് എക്സ്റേ എടുത്തു. അത് കണ്ട ഡോക്ടർ ബാധം കെട്ടില്ലെന്നേ ഉള്ളൂ. അതെന്തൊരു പറ്റി? എല്ലൊടിഞ്ഞതിന്റെ ലാഞ്ചന പോലുമില്ല. ഇതും കഴിഞ്ഞ് കൃപാകരൻ വീട്ടിൽ ചെന്നു. വലിവിന്റെ അസുഖമുള്ള അവന്റെ അമ്മൂമ്മ, മകളെ നെഞ്ചു തടവിത്താടാ എന്ന് പറഞ്ഞു. കൃപാകരൻ നെഞ്ചു തടവി. ആ അമ്മച്ചിക്ക് നെഞ്ചിലൂടെ വൈദ്യുതി പ്രവാഹം. ഇപ്പൊ വലിവ് എന്ന് പറഞ്ഞാൽ അതെന്തിനടേ എന്ന് അമ്മൂമ്മ ചോദിക്കും. എന്നാൽ ഈ സിദ്ധി എങ്ങനെ കിട്ടി? എന്റെ ചേച്ചി, അത് പറയുമ്പോ എനിക്ക് രോമാഞ്ചം കണ്ട. അന്ന് രാവിലെയാണ് അതുണ്ടായത്. എന്ന് രാവിലെ? ഒറ്റ സ്പർശനം കൊണ്ട് സുഹൃത്തിനെ സുഖപ്പെടുത്തിയ അന്ന്. കൃപാകരൻ പതിവ് പോലെ കഴുതക്കുഴി കവലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ. അപ്പോഴാണ് സ്വപ്നം പോലെ ആ വലിയ കാർ ഒഴുകി വന്ന് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നത്. കൃപാകരൻ നോക്കി, വാ തുറന്നുപോയി. വല്ലതും പറ്റിയതാണോടെ? അല്ല ചേച്ചി, കാറിനകത്ത് ആരാ? ആരാ? ആരാധക ലക്ഷങ്ങളുടെ ഹാനേട്ടൻ, സൂപ്പർ സ്റ്റാർ ജീമൂതവാഹനൻ. യെസ്. എന്നിട്ട് പറ. കൃപാകരൻ ഓടിച്ചെന്നു. പിൻസീറ്റിലിരുന്ന ഹാനേട്ടൻ ചിരിച്ചു. അത് തനിക്കുള്ള നിർദ്ദേശമാണ് എന്ന് കൃപാകരന് തോന്നി. കൃപാകരൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു. ഹാനേട്ടൻ പുറത്തിറങ്ങാൻ ഒരുങ്ങി. പിടിക്കാൻ കൈ നീട്ടി. കൃപാകരൻ ആ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം കയ്യിൽ വൈദ്യുതി പ്രവാഹം. കൃപാകരൻ സ്തബ്ധനായി നിന്നു. ഹാനേട്ടൻ ഇറങ്ങി. സ്തംഭിച്ചു നിന്ന കൃപാകരന്റെ തോളത്ത് തട്ടി. പിന്നെ കാറിൽ കയറി വന്നതുപോലെ പോയി. അതെന്തിനായിരുന്നു കാർ നിർത്തിയത്? അതാണ് അത്ഭുതം. കൃപാകരന് ഹസ്തദാനം നൽകാൻ വേണ്ടി നിർത്തിയതുപോലെ. അത് കഴിഞ്ഞ് കൃപാകരൻ നേരെ പോയത് ഈ വിവരം കാലൊടിഞ്ഞു കിടക്കുന്ന കൂട്ടുകാരനോട് പറയാൻ. അപ്പോഴാണ് സൂപ്പർ സ്റ്റാർ ജീമൂതവാഹനൻ തൊട്ട കൈക്ക് അത്ഭുത സിദ്ധിയുള്ളതായി അറിയുന്നത്. എന്റെ ചേച്ചി, ഹാനേട്ടൻ തൊട്ട കൈയുടെ ദിവ്യത്വത്തെ പറ്റി കേട്ടറിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങി. പേരായി, പ്രശസ്തിയായി. ഞങ്ങൾ അതിന്റെ കീരിക്കുന്ന് കോർഡിനേറ്റേഴ്സ് ആണ്. ഹാനേട്ടൻ ഹസ്തദാനം നൽകിയ കൈകൊണ്ട് കൃപാകർജി രോഗിയെ തലോടും. ഏതു രോഗവും പൊടി പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാണ്. പിന്നല്ല. എനിക്ക് ഹാനേട്ടൻ ഹസ്തദാനം ചെയ്ത ആ കൈയുടെ സ്പർശനമേൽക്കാൻ ധൃതിയായി. ഇപ്പോ കൃപാകർജിയുടെ നടപ്പും ഭാവവും സ്വഭാവവും എല്ലാം ഹാനേട്ടനെ പോലെ. എനിക്ക് നാളത്തെ യാത്രയ്ക്ക് ഒരു സീറ്റ് ഉണ്ടല്ലോ. ദാ രൂപ. ഉറപ്പല്ലേ? ചേച്ചി രാവിലെ 7 മണിക്കാണ് പുറപ്പെടുന്നത്. എന്നാ രാവിലെ എത്താം. അപ്പൊ നാളെ. കോരപ്പൻ ചേട്ടാ, ഈ ബഹളം എന്നും കാണുമോ? ഇടേ എൽദോ, സിനിമയിൽ ഒന്നും മുഖം കാണിച്ചവനെ ദിവ്യനായി കണ്ട് അയാളുടെ പുറകെ വായും പൊളിച്ചു പോകുന്ന മലയാളിയും അവന്റെ അന്ധവിശ്വാസവും ഉള്ള കാലത്തോളം ഡോണ്ട് വറി, നമുക്ക് മെയ്യനങ്ങാതെ വരുമാനവും. അപ്പോളേ ഈ കൃപാകർജിയുടെ വരുമാനം എന്തായിരിക്കും? അത് ഓർമ്മിപ്പിക്കാതെ. പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രചന എസ് നാരായണൻ നമ്പൂതിരി.